പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യു.ഡി.എഫ് അധികാരത്തിലേക്ക് എത്തിയാൽ തിരുവനന്തപുരത്തെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ സി.പി. ജോൺ മന്ത്രിയാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സി.പി. ജോണിനെ മന്ത്രിയാക്കുക എന്നത് യു.ഡി.എഫിന്റെ ദൗത്യമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മെയ് 4-ന് കാസർഗോഡ് നിന്ന് വോട്ടെണ്ണൽ എറണാകുളം എത്തുമ്പോഴേക്കും യു.ഡി.എഫിന്റെ ഭൂരിപക്ഷം ഉറപ്പിക്കുമെന്നും പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, മലപ്പുറം ജില്ലകളിലെ എല്ലാ സീറ്റും യു.ഡി.എഫ് തൂത്തുവരുമെന്നും വി.ഡി. സതീശൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അനുരു അശോകന്റെ റിപ്പോർട്ട്. തിരുവനന്തപുരം സെൻട്രലിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി സി.പി. ജോണിനായി പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ വാഹന പര്യടനത്തിനുള്ളത്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രതിപക്ഷ നേതാവേ, വളരെ വലിയൊരു ആവേശമാണ് ഇപ്പോൾ കാണുന്നത്. എങ്ങനെയുണ്ട് തിരുവനന്തപുരം സെൻട്രൽ യു.ഡി.എഫ് പ്രവർത്തകരുടെ ഒരു ആവേശം? വൻ ഭൂരിപക്ഷത്തിന് സി.പി. ജോൺ ജയിക്കും. സി.പി. ജോണിനെ നിയമസഭയിൽ എത്തിക്കുക എന്നുള്ളത് യു.ഡി.എഫിന്റെ ദൗത്യമാണ്. ഞങ്ങളുടെ സെക്രട്ടറിയാണ്, ഞങ്ങളുടെ യു.ഡി.എഫിന്റെ അഭിമാനമാണ് സി.പി. ജോൺ. വലിയ ഭൂരിപക്ഷത്തിൽ, അതുകൊണ്ടാണ് ഈ ഉറച്ച സീറ്റ് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ നിയമസഭയിൽ എത്തിക്കുക. ജനങ്ങൾ അതിന്റെ കൂടെയാണ്. അദ്ദേഹത്തെ പോലെ ഒരു നിയമസഭാ സാമാജികനെ കിട്ടുക എന്നുള്ളത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അഭിമാനമായി മാറും. ഒരുപക്ഷെ യു.ഡി.എഫ് അധികാരത്തിലേറിയാൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാവുമോ? ഉറപ്പായുണ്ടാവും. തിരുവനന്തപുരത്ത് ഒരു CPM BJP ഡീൽ നടക്കുന്നതായിട്ട് സംശയിക്കുന്നുണ്ടോ? എല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ട്. പാലക്കാടുണ്ട്, കോന്നിയിലുണ്ട്, റാന്നിയിലുണ്ട്, ചെങ്ങന്നൂരുണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്, കാസർഗോഡുണ്ട്, ഒരുപാട് സ്ഥലത്തുണ്ട്, മഞ്ചേശ്വരത്തുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് യു.ഡി.എഫിന് എത്ര സീറ്റ് കിട്ടും? അത് ഇപ്പൊ പറയാറായില്ല, ഞാൻ പറയാം. ഞങ്ങൾ കൂടുതൽ സീറ്റുകൾ വിജയിക്കുന്ന സാഹചര്യത്തിലേക്ക് ഭൂരിപക്ഷം സീറ്റുകൾ യു.ഡി.എഫ് ജയിക്കും തിരുവനന്തപുരം ജില്ലയിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 ജില്ലകൾ നോക്കുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ 4 സീറ്റുകൾ മാത്രമാണ് യു.ഡി.എഫിനുള്ളത്. ഇത്തവണ ഒരു ഏകദേശം 35 സീറ്റുകളിൽ എത്രയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? 100-നപ്പുറം താങ്കൾ പറയുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലും മുഴുവൻ സീറ്റും ജയിക്കും. കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഭൂരിപക്ഷം സീറ്റുകൾ ജയിക്കും. ആലപ്പുഴയിൽ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, മലപ്പുറം തുടങ്ങിയ ജില്ലകൾ തൂത്തുവാരും എല്ലാ സീറ്റും. വടക്കോട്ട് എങ്ങനെയായിരിക്കും? വടക്കോട്ട് അത്ഭുതകരമായ വിജയമായിരിക്കും. ഞങ്ങൾ എറണാകുളത്ത് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാവും. കാസർഗോഡ് നിന്ന് എണ്ണി എറണാകുളത്ത് എത്തുന്നതിന് മുമ്പ് യു.ഡി.എഫിന് ഭൂരിപക്ഷം ഉണ്ടാവും. നോക്കിക്കോ. കണ്ണൂർ എങ്ങനെയായിരിക്കും? 4 വിസ്മയങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. കണ്ണൂര് CPM കലാപം നടക്കുക. ഇതിന്റെ പുറകിൽ മുതിർന്ന നേതാക്കൾ കൂടിയുണ്ട്. അവർ കൂടി പുറത്തു വരും ഇത് കഴിയുമ്പോൾ. നോക്കിക്കോ. വളരെ ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷ നേതാവും തിരുവനന്തപുരം സെൻട്രലിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി സി.പി. ജോണും. കാസർഗോഡ് എണ്ണി എറണാകുളം എത്തുമ്പോഴേക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റുകളും യു.ഡി.എഫിന്റെ കയ്യിലെത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നത്. അനുരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം. അപ്പം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. തിരുവനന്തപുരം സെൻട്രൽ നമുക്ക് അറിയാവുന്ന പോലെ തിരുവനന്തപുരത്ത് ഈ ത്രികോണ പോരാട്ടം നടക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു, ഇപ്പം നമ്മൾ നേമവും വട്ടിയൂർക്കാവും ഒക്കെ പറയുമ്പോൾ, നേമത്തും വട്ടിയൂർക്കാവും അതേപോലെ കഴക്കൂട്ടും ഒക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക്, നിലവിലെ സിറ്റിംഗ് MLAക്കോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും നമുക്കൊരു എഡ്ജൊക്കെ പ്രവചിക്കാം. അവിടെ ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ ആൾക്കാരെ സംസാരിക്കുക എന്നൊക്കെ പറയാം. പക്ഷേ സെൻട്രലിലേക്ക് വരുമ്പോഴത്തേക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. 3 പേരും അതേപോലെ, ഇപ്പം ഇവിടെ CPI ജോൺ ആണെങ്കിലും കരമന ജയനാണെങ്കിലും അതേപോലെ സുധീർ കരമനയാണെങ്കിലും ആരിലും 3 പേരിലും ആര് വരും എന്നുള്ളത് വളരെ പ്രവചനാതീതമായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം സെൻട്രൽ. അപ്പോൾ അവിടെ CPI ജോൺ വരുമെന്നാണ്, വന്നാൽ അദ്ദേഹം മന്ത്രിയാണെന്നുമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്.